10ാം ക്ലാസ് ബോർഡ് എക്സാമിന് നമ്മുടെ മക്കൾ ഏറ്റവും തെറ്റിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അപ്പൊ കോൺകേവ് മിറേഴ്സിന്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് ഏറ്റവും വൃത്തിയായിട്ട് ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത് ബേസ് തൊട്ട് സ്റ്റാർട്ട് തൊട്ട് പഠിക്കുന്നവർ ഈ രീതിയിലല്ല പഠിക്കേണ്ടത്. ലൈറ്റിന്റെ പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് വരച്ച് തന്നെ വേണം പഠിക്കാതെ. എക്സാം വളരെ അടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒട്ടും മനസ്സിലാവാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ 6 കേസസ് ആണ് ഉണ്ടാവുക. അതിൽ 5 കേസ് നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. 6ാമത്തെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നല്ലാതെ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ടോട്ടൽ 5 കേസിൽ ആദ്യം ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻഫിനിറ്റി, ദെൻ നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. ബിയോണ്ട് സി, അറ്റ് സി, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് ലാസ്റ്റ് അറ്റ് എഫ്. അതിനുശേഷം ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോ ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ 5th പോയിന്റ് നോക്കുക. എന്താ വരിക? അറ്റ് എഫിലാണ് നമുക്ക് ഇമേജ് വരിക. ഇനി ഒബ്ജക്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി റൈറ്റിലോട്ട് ജമ്പ് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് ജമ്പ് ചെയ്യുന്നു. സോ ബിയോണ്ട് സി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇമേജും ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യുന്നു. എന്താണ്? ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഇനി ഒബ്ജക്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി റൈറ്റിലോട്ട് ജമ്പ് ചെയ്യുന്നു, അറ്റ് സി. സോ ഇമേജ് അഗൈൻ ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യുന്നു, അറ്റ് സി. അഗൈൻ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് റൈറ്റിലോട്ട്, ഇമേജ് ലെഫ്റ്റിലോട്ട്. അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി എന്ത് ചെയ്യുന്നു? അഗൈൻ ഒബ്ജക്റ്റ് റൈറ്റിലോട്ട്, ഇമേജ് അഗൈൻ ലെഫ്റ്റിലോട്ട്. അറ്റ് എഫിലാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. സോ ഒബ്ജക്റ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു, ഇമേജ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി ഈ ഒരു 5 സ്റ്റേജ് പഠിച്ചിട്ട്. ഇനി ഇതിന്റെ സൈസ് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് കേസിൽ ഏറ്റവും ഡിമിനിഷ്ഡ് ആയിരിക്കും, പോയിന്റ് സൈസിലായിരിക്കും. സെക്കൻഡ് കേസിൽ ഡിമിനിഷ്ഡ് ആണ്, എന്നാൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഇതിനെ സംബന്ധിച്ച് സൈസ് കൂടി. 3ാമത്തെ കേസ് ഒബ്ജക്റ്റിന്റെ സെയിം സൈസായി. 4ാമത്തെ കേസ് എൻലാർജ്ഡ് ആയി, ഒബ്ജക്റ്റിനേക്കാളും സൈസായി. 5ാമത്തെ കേസോ ഹൈലി എൻലാർജ്ഡ് ആയി, ഏറ്റവും വലുതായി, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര സൈസ് ആയിട്ട് മാറി. ഇതാണ് ആദ്യത്തെ 5 കേസ്. സൈസ് പഠിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇനി നേച്ചർ പഠിക്കാനാണെങ്കിലോ 5 കേസും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സോ ഈ 6ാമത്തെ കേസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് റേ ഡയഗ്രാം വരക്കുക എന്നുള്ളത് എന്താണ്, നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഏത് ടോപ്പിക്കാണ് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.